നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ആവേശം ഇങ്ങനെ നുരഞ്ഞു പൊന്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിൻ്റെ പുതിയ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് പ്രഖ്യാപിച്ച ഇംഗ്ലണ്ട് സ്ക്വാഡിനെ കുറിച്ചാണ്. അതിനെ ചുറ്റിപ്പറ്റി കുറേ ചർച്ചകളും വിവാദങ്ങളും വിശകലനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സർപ്രൈസിങ് ആയ ഷോക്കിംഗ് ആയിട്ടുള്ള ഡിസിഷൻസാണ് തോമസ് ടൂഷൽ എടുത്തിട്ടുള്ളത് എന്നാണ് പൊതുവെ ഫുട്ബോൾ ലോകം വിലയിരുത്തുന്നത്. പല പ്രമുഖ താരങ്ങളെയും ഒഴിവാക്കിയിരിക്കുന്നു. 1998 ശേഷം ഇംഗ്ലണ്ട് പ്രഖ്യാപിക്കുന്ന ഏറ്റവും സർപ്രൈസിങ് ആൻഡ് ഷോക്കിംഗ് സ്ക്വാഡാണിത് എന്നാണ് ചില എക്സ്പേർട്ടുകളുടെ നിരീക്ഷണം. കാരണം മറ്റൊന്നുമല്ല, ചില പ്രധാന താരങ്ങൾ പുറത്ത്, എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ചിലർ സ്ക്വാഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവാൻ ടോണി സ്ക്വാഡിലേക്ക് വന്നു എന്നുള്ളത് പലരെയും അത്ഭുതപ്പെടുത്തിയതാണ്. ജോർഡൻ എൻഡേഴ്സൺ, കോബി മൈനോ, ഒലി വാറ്റ്കിൻസ്, നോനി മഡൂക്ക്, ഡെയ്ഡ് സ്പെൻസ് ഇവരെല്ലാം സ്ക്വാഡിലേക്ക് വരുമ്പോൾ പ്രമുഖ താരങ്ങൾ ഹാരി മഗ്വയർ, ലൂക്ക് ഷോ, ലെവിസ് ഹാല്, ലെവി കോൾവില്, ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ്, ആഡം വാട്ടൺ, അലക്സ് സ്കോട്ട്, മോർഗൻ ഗിബ്സ് വൈറ്റ്, ഫിൽ ഫോഡൻ, ജാരഡ് ബവൻ, കോൾ പാൽമർ, ഡാനി വെൽബക്ക്, ഇങ്ങനെ പല താരങ്ങളും സ്ക്വാഡിൽ നിന്ന് പുറത്താകുന്നു. വലിയ രൂപത്തിലുള്ള ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതിന് തോമസ് ടൂഷലിന് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് 55 അംഗ പ്രാഥമിക ലിസ്റ്റ് നമ്മൾ വെട്ടിച്ചുരുക്കി 26 അംഗ സ്ക്വാഡ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ ഇമോഷൻസൊക്കെ മാറ്റിവെച്ചിട്ടാണ് സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാൻ എല്ലാവരെയും ഫോൺ ചെയ്തു. അതായത് ക്യാമ്പിലുണ്ടായിരുന്നവരൊക്കെ ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. അതിൽ പലരും ഈ സ്ക്വാഡിലേക്ക് എത്താൻ ഡിസേർവിംഗ് ആയിരുന്നു. തീർച്ചയായിട്ടും ലാസ്റ്റ് 3 ക്യാമ്പുകളിൽ നമ്മുടെ സ്ക്വാഡിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവരെയാണ് ഞാൻ റിലേ ചെയ്തത്. അതിനർത്ഥം മറ്റുള്ളവർ മോശക്കാരാണ് എന്നല്ല. ചിലപ്പോൾ പൊസിഷണൽ തിങ്സ്, ഒരു പൊസിഷനിലേക്ക് താരങ്ങൾ എടുക്കുമ്പോൾ ചിലരൊക്കെ നമുക്ക് ഒമിറ്റ് ചെയ്യേണ്ടി വരും. ഇത് ടഫായിട്ടുള്ള ഡിസിഷൻസാണ്. ഒരു ടൂർണമെൻറ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അത്തരത്തിലുള്ള ചില ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഈവൻ ഇഫ് ഇറ്റ് ഈസ് പെയിൻഫുൾ ഫോർ സം, ഐ തിങ്ക് ഇറ്റ് വാസ് റൈറ്റ്. എൻ്റെ തീരുമാനങ്ങളെക്കുറിച്ച് ഞാൻ അങ്ങനെയാണ്. ചിലർക്ക് വേദന ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ ശരിയായ തീരുമാനങ്ങളാണിത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് ഫോൺ കോൾസ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഞാൻ നടത്തി താരങ്ങളുമായിട്ട്. ഒരുപാട് ചിന്തിച്ചു, ഒരുപാട് തീരുമാനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എടുത്തു. ചില ബിഗ് ഡിസിഷൻസ് എനിക്ക് എടുക്കേണ്ടതുണ്ടായിരുന്നു. തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു എഡ്ജ് ആൻഡ് ക്ലാരിറ്റി അത് ഉണ്ടായിരുന്നു. എനിക്ക് പിന്നീട് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നില്ല. ഏതായാലും ടഫ് ഡിസിഷൻസ് എടുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നയാളാണ്. ഐ ലവ് ദി ടഫ് ഡിസിഷൻസ്. എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമല്ലല്ലോ. ഇൻ ദി എൻഡ് ഞാനും എൻ്റെ സ്റ്റാഫും ഞങ്ങൾക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ള മികച്ച സ്ക്വാഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മികച്ച സ്ക്വാഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഡൗട്ട്സ് ഉണ്ടാവും. യു ഡോണ്ട് പ്ലേ അറ്റ് ദി സെയിം ലെവൽ, സോ ഇറ്റ്സ് കം ഡൗൺ ടു ഹൂ വി ട്രസ്റ്റ്. സ്വാഭാവികമാണ് അതൊക്കെ. ആരാണ് ഞങ്ങൾക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുക, ആര് ഏത് സ്റ്റാൻഡേർഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, ഈ ഗ്രൂപ്പിൻ്റെ ലീഡർഷിപ്പ് ഗ്രൂപ്പ് എന്താണ്. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് അബൌട്ട് ദി എനർജി, കണക്ഷൻ ആൻഡ് ട്രസ്റ്റ് വിത്ത് മീ ആൻഡ് ദി പ്ലെയേഴ്സ്. അത് പരിഗണിച്ചിട്ടാണ് ഞാൻ ഈ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണിപ്പോൾ കോച്ച് വിശദമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ക്വാഡ് 26 അംഗ സ്ക്വാഡ് വിശദമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ കോച്ച് ആ വാക്കുണ്ടല്ലോ, ഐ ലവ് ദി ടഫ് ഡിസിഷൻ, അത് തോമസ് ടൂഖൽ വളരെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചാണെന്ന് പറയേണ്ടി വരും. സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് കോൾ പാൽമർ, ഫിൽ ഫോഡൻ, ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ്, ഹാരി മഗ്വയർ. ഇതാണ് 3 ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഒഴിവാക്കലുകൾ. 26 അംഗ സ്ക്വാഡിൽ ഹൈ പ്രൊഫൈലായിട്ട് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ സ്ക്വാഡ് നോക്കിയാൽ ഗോൾ കീപ്പർമാരായിട്ട് ഇപ്പോൾ എവേർട്ടൻ്റെ ജോർഡൻ പിക്ഫോർഡ്, ക്രിസ്റ്റൽ പാലസിൻ്റെ ഡീൻ ഹെൻഡേഴ്സൺ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജെയിംസ് ട്രഫോർഡ്. ഇനി ഡിഫൻഡേഴ്സായിട്ടുള്ള ചെൽസിയുടെ റീസ് ജെയിംസ്, ആസ്റ്റൺ വില്ലയുടെ എഡ്സി കോൺസ, ബയർ ലെവർക്യൂസൻ്റെ ജാഡൽ കോൺസ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജോൺ സ്റ്റോൺസ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ മാർഗോയി, ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഡാൻ ബേണർ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ നിക്കോ റീലി, ടോട്ടൻഹാമിൻ്റെ ഡെയ്ഡ് സ്പെൻസ്, ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ടിനോ ലിവ്രമെൻറ്റോ.
ഇനി മധ്യനിരയിലേക്ക് ആഴ്സണലിൻ്റെ ഡെക്ലാൻ റൈസ്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ എലിയറ്റ് ആൻഡേഴ്സൺ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോബി മൈനോ, ബ്രെൻഫോർഡിൻ്റെ ജോർഡൻ ഹെൻഡേഴ്സൺ, ആസ്റ്റൺ വില്ലയുടെ മോർഗൻ റോജേഴ്സ്, റയൽ മാഡ്രിഡിൻ്റെ ജൂഡ് ബെല്ലിംഗാം, ആഴ്സണലിൻ്റെ എബ്രാഷി ഈസെ എന്നിവരുണ്ട്. മുന്നേറ്റത്തിൽ ബയൺ മ്യൂണിക്കിൻ്റെ ഹാരി കെയ്ന്, അൽ അഹ്ലിയുടെ ഇവാൻ ടോണി, അതൊരു സർപ്രൈസിങ് പിക്കാണ്, സംശയമില്ല. ആസ്റ്റൺ വില്ലയുടെ ഒലി വാറ്റ്കിൻസ്, ആഴ്സണലിൻ്റെ ബുക്കായോ സാക്ക, ബാഴ്സലോണയുടെ മാർക്കസ് റാഷ്ഫോർഡ്, ന്യൂക്യാസിൽ യുണൈറ്റഡിൻ്റെ ആൻ്റണി ഗോർഡൻ, ആഴ്സണലിൻ്റെ നോനി മഡൂക്ക്. ഇതാണ് സ്ക്വാഡ്. ഇപ്പം ചില എക്സ്പേർട്ടുകൾ പറയുന്നത്, ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? പ്രോബബിളി ദി മോസ്റ്റ് ഷോക്കിംഗ് സ്ക്വാഡ് സിൻസ് 1998. 1998 ഇംഗ്ലീഷ് സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനെ ചില ഹൈ പ്രൊഫൈൽ ഒഴിവാക്കലുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെയുള്ള ഒരു സ്ക്വാഡ് പ്രഖ്യാപനമായി പോയി ഇപ്പം നടന്നത്. ഈ ഷോക്ക്ഡ് എന്നാണ് വളരെ ദേഷ്യത്തിൽ ഹാരി മഗ്വയർ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചത്. ഷോക്ക്ഡ് ആൻഡ് ഗട്ടഡ് എന്ന് അദ്ദേഹം പറയുന്നു. തുഷൽ ഒരു പക്ഷേ തനിക്ക് ഏറെ കംഫർട്ടബിൾ എന്ന് തോന്നിയ താരങ്ങൾ ഉൾപ്പെടുത്തിയതാവാം. പക്ഷേ ഹാരി മഗ്വയർ ഒരു സ്ഥാനം അർഹിച്ചിരുന്നു എന്നത് തന്നെയാണ് പൊതുവെ ഇംഗ്ലീഷ് ആരാധകരുടെ ഒരു വിശ്വാസം. ഫോഡൻ, പാൽമർ, ഈ താരങ്ങൾ മിസ്സാവുന്നു. അതുപോലെ റയൽ മാഡ്രിഡിൻ്റെ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ്. അപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ സ്ക്വാഡിൽ ഉണ്ടാവില്ല എന്ന് പലരും ചിന്തിച്ചതാണ്. കാരണം ഇപ്പോൾ സമീപകാലത്ത് അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആണല്ലോ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പാൽമറും ഫോഡനും മഗ്വയറും അലക്സാണ്ടർ അർണോൾഡും എന്തുകൊണ്ട് പുറത്തായി? അതിനെക്കുറിച്ചാണ് കോച്ച് പറഞ്ഞത്. ചില ഡിഫിക്കൽട്ട് ഫോൺ കോൾസ് എനിക്ക് നടത്തേണ്ടി വന്നു. എല്ലാവരെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, പേഴ്സണാലിറ്റീസ് സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. അവരെല്ലാവരും ക്യാമ്പിൽ നേരത്തെ ഉണ്ടായിരുന്നവരുമാണ്. അവരെല്ലാവരും എക്സലൻറ്റുമാണ്. പക്ഷേ നമ്മൾ ഈ സ്ക്വാഡ് 55 അംഗ ലിസ്റ്റിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ രൂപത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളെ കണ്ടിട്ടുള്ളത്. അല്ലാതെ അവർ മോശക്കാരായതുകൊണ്ടല്ല എന്ന് കോച്ച് പറയുന്നത്. അതൊരു ആശ്വസിപ്പിക്കുന്ന വാക്ക് എന്നതിനപ്പുറത്തേക്ക് ഒന്നും കാണേണ്ടതില്ല. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒഴിവാക്കൽ, ഈ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഫോർവേഡ് മോർഗൻ ഗിബ്സ് വൈറ്റ് പുറത്ത്, ക്രിസ്റ്റൽ പാലസിൻ്റെ മിഡ്ഫീൽഡർ ആഡം വാർട്ടൺ പുറത്ത്, ന്യൂക്യാസിൻ്റെ ഡിഫൻഡർ ലെവിസ് ആൾ പുറത്ത്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലൂക്ക് ഷോ പുറത്ത്, വെസ്റ്റാമിൻ്റെ ക്യാപ്റ്റൻ ജാരഡ് ബവൻ പുറത്ത്. അപ്പോൾ ഈ ഒരു സെലക്ഷനിൽ സ്വാഭാവികമായിട്ടും ആരാധകർക്ക് എതിർപ്പുണ്ടാവും. എന്നാൽ ടോണി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അതൊരു ഷോക്ക് കോളാണ് എന്ന് പറയാനുള്ള കാരണം എന്താ പറയുക? ഇത് യൂറോ 2024 ശേഷം ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ വെറും 7 മിനിറ്റാണ് ഇവാൻ ടോണി കളിച്ചിട്ടുള്ളത്. ഇപ്പോൾ കളിക്കുന്നത് സൗദി അറേബ്യയിലുമാണ്. മുൻ ബ്രെൻഫോർഡ് താരം ഇപ്പോൾ സ്ക്വാഡിലേക്ക് വരുന്നു. സൗദി പ്രോ ലീഗിൽ 32 ലീഗ് ഗെയിമുകളിൽ നിന്ന് 32 ഗോളുകൾ അദ്ദേഹം അൽ അഹ്ലിക്ക് വേണ്ടി അടിച്ചിട്ടുണ്ട്. അതായിരിക്കണം അദ്ദേഹത്തിനൊരു ഷോക്ക് റീകോൾ സമ്മാനിച്ചിട്ടുണ്ടാവുക. ഏതായാലും അദ്ദേഹം സ്ക്വാഡിലേക്ക് വരുന്നു. ഒരു പക്ഷേ ഹാരി കെയ്ൻ്റെ ബാക്കപ്പ് എന്ന രൂപത്തിലായിരിക്കും അലോങ് വിത്ത് ഒലി വാറ്റ്കിൻസ് അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ടാവുക. ഏതായാലും അത് ഷോക്കിംഗ് ആയിട്ടുള്ള തീരുമാനമായി പോയി. ന്യൂക്യാസിലിൻ്റെ ഡിഫൻഡർ ടിനോ ലിവ്ഡമെൻറ്റോ സ്ക്വാഡിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ മാസം അദ്ദേഹത്തിന് തൈ ഇഷ്യൂസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ സ്ക്വാഡിലേക്ക് എടുക്കുന്നു. ഏതായാലും അതൊരു വളരെ പ്രധാനപ്പെട്ട നീക്കമായിരുന്നു. ഒപ്പം തന്നെ ഡെയ്ൻ സ്പെൻസിനെയും സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനും ചെറിയ പരിക്കിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു. റിപ്പോർട്ടഡ്ലി ബ്രേക്കിംഗ് ഈസ് ജോ. എന്നിട്ടും അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടെ നോക്കണം. മറ്റൊരു നോട്ടബിളായിട്ടുള്ള ഇൻക്ലൂഷൻ കോബി മൈനോ ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ യുവതാരം. അദ്ദേഹത്തിൽ കോച്ച് വിശ്വാസം അർപ്പിക്കുന്നു. ആഴ്സണലിൻ്റെ ഡിയോ എബ്രഷി ഈസെ, നോനി മഡൂക്ക് എന്നിവർ സ്ക്വാഡിലേക്ക് വരുന്നു. ബയർ ലെവർക്യൂസൻ്റെ ഡിഫൻഡർ ജാരൽ ക്വൻസ വരുന്നു. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ഡിയോ ആയിട്ടുള്ള ജോൺ സ്റ്റോൺസും ജോർഡൻ ഹെൻഡേഴ്സണും സ്ക്വാഡിലുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം പല പ്രമുഖ താരങ്ങളെയും ഒഴിവാക്കിയിട്ടാണ് ഈ സ്ക്വാഡ് വരുന്നതെങ്കിലും കോച്ച് പറയുന്നത് അദ്ദേഹത്തിന് വലിയ രൂപത്തിൽ പ്രതീക്ഷയുള്ള താരങ്ങളെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രൂപ്പ് എല്ലിലെ ആദ്യ മത്സരം ക്രൊയേഷ്യക്കെതിരെ ഡല്ലസിൽ ജൂൺ 17 പിന്നെ അവർക്ക് ഘാനക്കെതിരെയും പനാമക്കെതിരെയും കളിയുണ്ട്. ഏതായാലും ഇംഗ്ലണ്ടിൻ്റെ വേൾഡ് കപ്പ് ചാൻസസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കോച്ച് തോമസ് ടുഷൽ പറയുന്നത് ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് നമ്മൾ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മാർച്ച് മാസത്തിൽ
ഞാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ലെറ്റ്സ് ട്രൈ ടു വിൻ ഇറ്റ് എന്നുള്ളത് ഞാൻ താരങ്ങളോട് പറഞ്ഞിരുന്നു. ഐ സ്ട്രോങ്ലി ബിലീവ് ആ ഒരു എനർജിയും കമ്മിറ്റ്മെൻറ്റും റൈറ്റായിട്ട് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണിപ്പോൾ കോച്ച് പറയുന്നത്. എന്തായാലും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ വരുന്നുണ്ട്. ആ സമയത്തും കോച്ചിൻ്റെ പ്രതീക്ഷ ഈ സ്ക്വാഡും കൊണ്ട് വേൾഡ് കപ്പ് അടിക്കാമെന്നാണ്. നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ സ്ക്വാഡിനെ കുറിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.